ഞങ്ങളെ മനസ്സിലിങ്ങനെ ആലോചിച്ച് നോക്കണം. നോൻപേക്ക് വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് പയറും ചീരയൊക്കെ ഉമ്മറാജിൻ്റെ ആ പാടത്തുണ്ടാക്കിയിട്ട് ആവശ്യക്കാരനെ പറയുകൊണ്ട് ഞാൻ കൊടുന്നു തരുന്നുണ്ട്. ആവശ്യക്കാരൊക്കെ എല്ലാം ഉണ്ടാവും. റമദാനല്ല ഇപ്പം ഇനി വരേണ്ടത്. അതുകൊണ്ടൊക്കെ ഇപ്പം എന്തെങ്കിലും പെരിയൊക്കെ ചെലവിനാവോ? എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണം. അപ്പം അയിമൊന്നും വലിയ കിട്ടലൊന്നും കിട്ടിയിട്ടല്ല. പിന്നിപ്പോൾ എൻ്റെ സ്ഥിതി ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ, 3 പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ ഇച്ചില്ലല്ലോ. ഇഞ്ചി ഒരു കയ്യോണ്ട് കിട്ടിയിട്ട് വേണം എല്ലാ അറ്റിറ്റാരങ്ങളും കഴിക്കാൻ. ആൺകുട്ടികളുണ്ടെങ്കിലേ വലിയൊരു സുഖാന്നുള്ളതൊക്കെ ഒരു തോന്നലാണ് മമ്മൂട്ടിയെ. എൻ്റെ വലിയ പെണ്ണിനൊരു കല്യാണക്കാരൊക്കെ വന്നു എന്ന് നാൾ പറഞ്ഞിരുന്നു. ആ കാര്യങ്ങളൊന്നും പിന്നെ ഒരു വർത്താനം എൻ്റെ കേട്ടില്ല. കല്യാണം ഇഷ്ടംപോലെ പേരുണ്ട്. കുറച്ച് പ്രായം കൂടിയാലോ, പിന്നെ കുറച്ച് ഇരുന്നറുമാണ്. പിന്നെ നന്ന താഴെയുള്ള കുട്ടിയുണ്ട് പഠിച്ചിന്. ഓക്കാണ് ഇപ്പോൾ കാര്യമായിട്ട് കല്യാണം വരുന്നത്. കല്യാണമൊക്കെ അങ്ങനെ ശരിയായിക്കോളൂ. ഇനിയിപ്പോൾ അതൊക്കെ ശരിയായാലേ കായിൻ്റെ കാര്യത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. എൻ്റെ അന്ത്രോമാരൊക്കെ ഒന്ന് സഹായിച്ചൂലേ? കുടുംബത്തിലെ കാര്യമൊന്നും പറഞ്ഞില്ല. അന്തറമാരിട്ടെന്നേ വലിയൊരു സ്വത്തിലല്ല, തെറ്റെന്ന് പറയാനൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ റമദാൻ കഴിഞ്ഞതിൻ്റെ ശേഷം പാപ്പാൻ്റെ മുതൽ ഞങ്ങളൊന്നും ഓരിച്ചല്ല. അപ്പം അതിലൊന്ന് ഇങ്ങോട്ടും പറഞ്ഞിക്കാണ്ടേ ഒരു ചെറിയൊരു പിണക്കം. എന്നിട്ട് ഞാൻ ഓൻ്റെ പെരിയിൽ പോയി. എൻ്റെ മെയ്തിയിൽ നിന്ന് അന്തരമുണ്ട്. എന്നെ കണ്ട ഭാവം കൂടി നടിച്ചില്ല. കാര്യം ഇരിക്കുന്ന എവിടെ പോയി ഒന്നും ചോദിച്ചില്ല. ഇതാണ് നമ്മൾ ഉടപ്പറപ്പിൻ്റെ സ്ഥിതി.